മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓരോ ടൂൾസുകളും ഓരോ സെറ്റിങ്സിനകത്തായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ വോളിയം ബട്ടൺ, അതുപോലെ തന്നെ നമുക്ക് സൈലൻറ്റ് മോഡ്, സ്ക്രീൻഷോട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഏതെങ്കിലും സെറ്റിങ്സിനകത്തായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇതെല്ലാം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസമാണ്. പക്ഷേ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ, നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ പവർ ബട്ടൺ, കാരണം നമ്മളെല്ലാവരും മൊബൈൽ റീസ്റ്റാർട്ട് ചെയ്യുന്നവരാണ്, സ്വിച്ച് ഓഫ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ പവർ ബട്ടണൊക്കെ കംപ്ലൈൻ്റ് ഉള്ള ആളുകൾക്ക് മൊബൈൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ എപ്പോഴും ഇങ്ങനെ ഈ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകും. ആ സ്വിച്ച് ബോർഡിൽ കംപ്ലൈൻ്റ് ഒക്കെ വരും. അപ്പോൾ നമ്മുടെ പവർ ബട്ടൺ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് കൊണ്ടുവരാം, നമ്മുടെ വോളിയം ബട്ടൺ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് കൊണ്ടുവരാം. അതുപോലെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ സ്ക്രീൻഷോട്ട് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അത്ര ആളുകൾക്ക് സ്ക്രീൻഷോട്ട് കൊണ്ടുവരാനും അതുപോലെ ഒരുപാട് ഓപ്ഷൻസുകളുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കുക, ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓർക്കുക, പല സുഹൃത്തുക്കളും നമ്മുടെ വീഡിയോക്കകത്ത് ആപ്ലിക്കേഷനിൽ ലിങ്ക് കാണുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഏതാണ്, അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ അറിയാത്തത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമ്മൾ വീഡിയോക്കകത്ത് തന്നെ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഏതാണ് ആപ്ലിക്കേഷൻ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ ടിപ്സുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ വാട്സപ്പ് പരമായുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഡുവൽ സിം എന്ന് അതും ആക്സിബിലിറ്റി നോട്ടിഫിക്കേഷൻ എന്നുള്ള 3 ഭാഗം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. ഡുവൽ സിം നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. തുടർന്നുള്ള പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ആക്സിബിലിറ്റി പെർമിഷൻസ് ആണ് നമ്മൾ കൊടുക്കാനുള്ളത്. അത് എനേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആക്സിബിലിറ്റി പെർമിഷൻ ഭാഗത്ത് പോയിട്ട് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോട്ടിഫിക്കേഷൻ ബാറിലുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ആക്സസിന് വേണ്ടിയുള്ള പെർമിഷൻസ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്ത് തുടങ്ങി. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അകത്തുള്ള ഫീച്ചേഴ്സുകൾ നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കാണാൻ സാധിക്കും. നേരത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ എങ്ങനെയായിരുന്നോ അതിന് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ബാർ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഒട്ടുമിക്ക നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ടൂൾസുകളൊക്കെ ഇതിനകത്തുണ്ട് കാണാൻ സാധിക്കും. ഒരുപാട് ഫീച്ചേഴ്സുകൾ, നമ്മുടെ സൗണ്ട്, ഡാർക്ക് തീം, സ്വിച്ച്, നമ്മുടെ സിം നമുക്ക് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടി, നമ്മുടെ സിം കാർഡ് 1ലേക്കും 2ലേക്കും ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബാറ്ററി സേവർ, അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ, വൈഫൈ, ഫ്ലാഷ് ലൈറ്റ്, ഓട്ടോ റൊട്ടേറ്റ്, സാധാരണ നമുക്ക് ഉണ്ടാകുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് സ്ക്രീൻഷോട്ട് അടക്കമുള്ള ഹോട്ട്സ്പോട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ലഭ്യമാകും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഭാഗത്ത് തന്നെ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും മുകളിൽ നമ്മൾ വലത് ഭാഗത്ത് 3 ഡോട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൂടി കാണാൻ സാധിക്കും. എഡിറ്റ് ബട്ടൺസ് ഗ്രിഡ് എന്നുള്ള ഹെൽപ്ഫുൾ ടിപ്സ് എന്നുള്ള 3 ഓപ്ഷൻസ് കാണാം. ഇവിടെ എഡിറ്റ് ബട്ടൺസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വരുമ്പോൾ അപ്പോൾ മുകളിലുള്ള ഈ ഒരു ഭാഗത്തുള്ള ഈ ഓപ്ഷൻസുകളാണ് നമുക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നത്. ഇനി കൂടുതൽ ഓപ്ഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് കൊണ്ടുവരാം. സ്ക്രീൻ റെക്കോർഡിങ്, സ്ക്രീൻ ഷോട്ട്, അതുപോലെ തന്നെ സ്ക്രീൻ ടൈമിങ്, സ്ക്രീൻ ലോക്ക്, ക്ലോക്ക്, ക്യാമറ, ഒരുപാട് ഓപ്ഷൻസുകൾ. നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള എല്ലാ ടൂൾസുകളും നമുക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ഉപയോഗിക്കാം. കാരണം ഓരോ ഓപ്ഷൻസിലേക്കും പോകാതെ തന്നെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇരുന്നു കൊണ്ട് നമുക്കെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മൊബൈൽ ഫോണിൽ സ്ക്രീൻഷോട്ട് കൊണ്ടുവരാണ്. ഏതൊരു ടൂൾസാണോ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും മുകളിലുള്ളത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളതാണ്. താഴെ ഭാഗത്തേക്കുള്ളതാണ് നമുക്കിനി ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അത് ആ വേണ്ട ടൂൾസ് ലോങ് പ്രസ് ചെയ്ത് പിടിക്കും. ഞാനിപ്പോൾ ഈ സ്ക്രീൻഷോട്ട് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് മുകളിലോട്ടൊന്ന് വെച്ചിടുക. അപ്പോൾ മുകളിൽ നമ്മൾ ഈ സാധാരണ നമ്മുടെ ഓൾറെഡി നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആ ടൂൾസിനകത്തേക്ക് കൊണ്ടുപോയി വെക്കുക. അപ്പം കാണാൻ സാധിക്കും സ്ക്രീൻഷോട്ട് മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അവിടേക്ക് കൊണ്ടുപോയേക്കാം. ഞാനിപ്പോൾ തൽക്കാലം ക്ലോക്ക് കൂടി കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണ്ട ടൂൾസുകളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാം. ഇനി ടൂൾസുകൾ ആദ്യം കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ എനിക്ക് ആദ്യം വേണ്ടത് മൊബൈൽ ഡാറ്റയാണെങ്കിൽ ആ മൊബൈൽ ഡാറ്റ ലോങ് പ്രസ് പിടിക്കുക. എന്നിട്ട്
ആദ്യം വേണ്ട ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും ആദ്യം എൻ്റെത് വൈഫൈ ആയിരുന്നു, ഇപ്പോൾ മൊബൈൽ ഡാറ്റയാണ്. ഇനി എനിക്ക് വേണ്ട സ്ക്രീൻഷോട്ടാണ് രണ്ടാമതായി വേണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ലോങ് പ്രസ് പിടിക്കുക, ഏറ്റവും മുകളിൽ നിന്ന് രണ്ടാമത് ഭാഗത്തേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊബൈൽ ഡാറ്റ കഴിഞ്ഞാൽ പിന്നെ സ്ക്രീൻഷോട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോങ് പ്രസ് ചെയ്ത് ഹോൾഡ് പിടിച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടേക്ക് മൂവ് ചെയ്യിക്കാനും സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ നേരത്തെ കണ്ട ആ 3 ഡോട്ട്സ് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ബട്ടൺസ് ഗ്രിഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇവിടെ ചിലതൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങേണ്ടതാണ്, നമുക്ക് ഫ്രീ ആയത് മാത്രം ഉപയോഗിച്ച് നോക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് വരുമ്പോൾ നമുക്ക് കണ്ട ആ ഒരു ക്ലോക്ക് നമുക്ക് സെൻറ്റർ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ലെഫ്റ്റ് ഭാഗത്തോ റൈറ്റ് ഭാഗത്തോ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ബിഗ് ക്ലോക്കിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ക്ലോക്ക് എത്രയാണല്ലോ, ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 44 ഞാനതിപ്പോൾ ഒരു 50 ഇട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ എൻ്റെ ആ നോട്ടിഫിക്കേഷൻ ബാറിൽ ആ ക്ലോക്ക് എടുക്കുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ടൈം കാണിക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണ് കാണുന്നത്. അതുപോലെ നമുക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സ്മോൾ കോർണേഴ്സ്, അതുപോലെ തന്നെ എനേബിൾ നോട്ടിഫിക്കേഷൻ സെക്ഷൻസ്, ബ്രൈറ്റ്നസ് സ്ലൈഡ് ഹൈഡർ, അത് നമ്മുടെ ബ്രൈറ്റ്നസ് കൂട്ടി നൽകുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷൻസുകൾ അധികം ലഭിക്കുന്ന ഫീച്ചറാണ്. അതുപോലെ തന്നെ പവർ മെനു, ഈ പവർ മെനു നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഈ പവർ മെനു നമ്മൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനും റീസ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അത് കഷ്ടപ്പെട്ട് ആ ഒരു കീ നമുക്ക് കംപ്ലൈൻറ്റ് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇനി നോട്ടിഫിക്കേഷൻ ബാർ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. നമ്മൾ ആ ഒരു പവർ ബട്ടൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തപ്പോൾ ഇവിടെ അധികമായിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പവർ ഓഫ് റീസ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻസുകളൊക്കെ ലഭിക്കും. അപ്പോൾ ഇനി സ്വിച്ച് ബോർഡ്, അതായത് നമ്മുടെ ഈ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് നമുക്ക് ബട്ടൺ ഗ്രിഡ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഷോ നെറ്റ്വർക്ക് സ്പീഡ്, നമ്മുടെ ഇൻ്റർനെറ്റ് എത്രത്തോളം സ്പീഡ് ഉണ്ടെന്ന് സ്പീഡോ മീറ്റർ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്, നിങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ലേഔട്ട്, കളേഴ്സ്, ഡാറ്റ യൂസേജ്, എഡ്ജ്, ട്രിഗർ, അതുപോലെ തന്നെ പോപ്പപ്പ്, എക്സ്ട്രാ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഫീച്ചേഴ്സ് ഒക്കെ ഓഫ് ചെയ്തതിന് ഇവിടെ ഓൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്തൊക്കെ നമുക്ക് ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ്. വീണ്ടും അത് ഉപയോഗിക്കാനും സാധിക്കും. ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആ പെർമിഷൻസ് ഒക്കെ വീണ്ടും കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് ലേഔട്ടിൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ഭാഗം തന്നെയാണ് കാണുന്നത്. രണ്ടാമത്തെ നമുക്ക് കളേഴ്സ് എന്ന ഓപ്ഷൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറ് നമുക്ക് ഡാർക്ക് തീമിലേക്ക് മാറ്റണോ ലൈറ്റ് തീമിലേക്ക് മാറ്റണോ, ഇനി നമ്മുടെ മൊബൈൽ ഫോൺ ഡാർക്ക് തീമിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡാർക്ക് തീമിലേക്ക് മാറ്റണോ ലൈറ്റ് കളേഴ്സ് വേണം എന്നുള്ളത് നമുക്കിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഈ സിസ്റ്റം ഭാഗത്ത് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഡാർക്ക് തീമുള്ള ആളുകൾക്ക് ഈ ഒരു ഫീച്ചർ ആവശ്യമില്ല, ഓൾറെഡി എനേബിൾ ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് തീമിലേക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പോൾ ബ്ലാക്ക് ആണുള്ളത്, ഇനി വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ നോട്ടിഫിക്കേഷൻ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ബ്ലാക്ക് ആണ് കാണുക, അപ്പോൾ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ലഭ്യമാണ്. അപ്പോൾ അത്തരം ഓപ്ഷൻസുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഡാറ്റ യൂസേജിലേക്ക് പോകുമ്പോൾ ഷോ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും, അത് എനേബിൾ ചെയ്യാം. ഷോ റീസെറ്റ് ഡേ എന്നുള്ളതും സെറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസത്തെ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. താഴെ ഭാഗത്ത് ഷോ ടുഡേ യൂസേജ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇന്ന് യൂസ് ചെയ്ത ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത ആപ്ലിക്കേഷനും കാര്യങ്ങളും കാണാൻ സാധിക്കുന്ന ഫീച്ചറാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. മുകളിലുള്ള ഷോ മൊബൈൽ ഡാറ്റ യൂസേജ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനുണ്ട്, അത് എനേബിൾ ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്ത് ഷോ ടുഡേ യൂസേജ് എന്നുള്ളതും നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണാൻ സാധിക്കും. ഇനി അടുത്ത എഡ്ജ് ട്രിഗർ എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് വൈബ്രേറ്റ് ഓൺ ടാപ്പ് ചെയ്യണോ, അതുപോലെ തന്നെ നമുക്ക് ഫുൾ സ്ക്രീൻ റിമൂവ് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് എനേബിൾ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ പോപ്പപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പോപ്പപ്സ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക, ഓരോന്നും ചെക്ക് ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബാറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും അവസാന ഭാഗത്ത് എക്സ്ട്രാക്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ സാധാരണ ഫോർമാറ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ റീസെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് പോയി തിരഞ്ഞു പിടിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യം. പുതിയ ബ്രൈറ്റ്നസ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ് സെറ്റ് എനേബിൾ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലോക്ക് റിമൂവ് ചെയ്യാനും, ഇപ്പോൾ നിലവിലെ ലോക്ക് റിമൂവ് ചെയ്യാനും പുതിയ സെക്യൂരിറ്റി ലോക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, നല്ലൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഇത് ഏതാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നമ്മൾ വൺ ഷേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഷെയ്ഡ് എന്നതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ തന്നെ കാണാൻ സാധിക്കും വൺ ഷെയ്ഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വൺ ഷെയ്ഡ് കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഭാഗത്തുള്ള എല്ലാ ഫീച്ചേഴ്സുകളും നമുക്ക് കസ്റ്റം ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.